Super Hits 93.5 Red FM Morning Number 1. This is Morning Number 1 with RJ Lavanya. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷാഫി, തിരുവനന്തപുരം IMA സെക്രട്ടറിയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്ന് ചോദിച്ചപ്പോൾ സിക്ക വൈറസ് എന്താണെന്ന് അറിയില്ല. സോ ആക്ച്വലി എന്താണ് സിക്ക വൈറസ്? നമ്മൾ സാധാരണ വൈറസുകൾ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട വൈറസുകളാണ്. ഇതിപ്പോ നമ്മളിപ്പം കേൾക്കുമ്പോൾ ഒരു പുതിയ കാര്യമാണെന്ന് തോന്നുമെങ്കിലും 1947 തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വൈറസാണ്. അത് ഉഗാണ്ടയിലെ സീക്ക ഫോറസ്റ്റിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തുന്നത്. കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകർന്നു എന്നാണ്. സിക്ക വൈറസുകൾ ശരിക്കും ഉള്ളതാണ്. സിക്ക ഇൻഫെക്ഷൻ ഇപ്പൊ റീസെന്റ് നമ്മൾ ആൾക്കാർ കേട്ട് വരുന്ന ഒരു കാര്യമാണ്. സോ വാട്ട് ഇസ് ഇൻഫെക്ഷൻ? വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2007 കുറച്ച് സ്ഥലങ്ങളൊക്കെ വന്നു. പിന്നീട് ഇപ്പൊ ഇത് പ്രധാനമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം ബ്രസീലിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ അപേക്ഷിച്ച് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് കുറഞ്ഞ കുട്ടികളുടെ എണ്ണം വളരെ ക്രമാതീതമായി കൂടി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവരിലെ ആ കുട്ടികളുടെ അമ്മമാരിലെ പരിശോധന നടത്തിയപ്പോഴാണ് സീക്ക വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത്. സീക്ക വൈറസും ഈ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ വളരെയധികം ബാധിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ് അതിനൊരു എമർജൻസി ഫീലിംഗിലേക്ക് പോയത്. ഇന്ന് 23 രാജ്യങ്ങളിൽ ഇത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇനി വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പേരുണ്ട്. ഈ ഒരു അവസരത്തിൽ ശരിക്കും ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ വിദേശത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇന്ത്യയിലേക്ക് വരുന്നവരുണ്ട്, കേരളത്തിൽ നിന്ന് പോകുന്നവരുണ്ട്, വരുന്നവരുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത് അഫക്റ്റഡ് ആവാനുള്ള ചാൻസസ് നമ്മൾ എങ്ങനെയാണ് കുറയ്ക്കുന്നത്? ഇതിലെ പ്രശ്നം നമുക്ക് കോമൺലി നമുക്കറിയുന്ന ഡെങ്കു വൈറസ്, ആ ഡെങ്കു വൈറസ് പരത്തുന്ന അതേ കൊതുക് തന്നെയാണ്, ഈഡിയസ് വിഭാഗത്തിൽ പെടുന്ന കൊതുക് തന്നെയാണ് ഈ വൈറസിനെയും പടർത്തുന്നത് എന്നുകൊണ്ട് തന്നെ ഇന്ത്യ ഈ സീക്ക വൈറസിന്റെ മാപ്പിൽ ഓൾറെഡി സ്ഥലം പിടിച്ച ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയിലെ ഈ അസുഖം വരാൻ സാധ്യതയുള്ള രാജ്യങ്ങളൊന്നാണ്. കാരണം നമുക്കിവിടെ വളരെയധികം ഈഡിസ് മൊസ്കിറ്റോയുടെ സാന്നിധ്യം ഉള്ളത് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ നമുക്ക് ഇതുവരെയായിട്ടും കേസുകൾ ആ രീതിയിൽ അടുത്തെങ്കിലും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഇതില് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് വരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറസ് പൂനെയിൽ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണമുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇല്ല. പ്രധാനമായിട്ട് ഇതുവരെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഈ പറയുന്ന രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് വരുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം നമുക്ക് അറിയാം, നമ്മൾ ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരു ജനതയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ പോയിട്ട് വരുന്ന സ്ത്രീകളിൽ ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ പനി അല്ലെങ്കിൽ ദേഹത്ത് ചുവന്ന തടുപ്പുകൾ, ജോയിന്റ് പെയിൻസ്, അതുപോലെ തന്നെ കണ്ണുകളിലെ ചുവന്ന നിറം കാണുക മുതലായ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുകയും ഈ ഒരു യാത്ര സംബന്ധിച്ചുള്ള ഹിസ്റ്ററി ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇത് സംബന്ധിച്ചുള്ള ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുകയും ചെയ്യാം. അതാണ് ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് IMAക്കും പറയാനുള്ളത്. പ്രഗ്നന്റ് ലേഡീസ് വരികയാണെന്നുണ്ടെങ്കിൽ ട്രാവൽ ഹിസ്റ്ററി ചോദിക്കാനായിട്ട് ഡോക്ടർമാരെ ശ്രദ്ധിക്കുക, ഗൈനക്കോളജിസ്റ്റും ഒബ്സ്ട്രീഷ്യൻസും ശ്രദ്ധിക്കുക എന്നുള്ളത് കൂടി IMA ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടിയ ഒരു റിസർച്ച് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച് അഡ്വൈസറിയും കൊടുത്തിട്ടുണ്ട് മെമ്പേഴ്സിനെല്ലാം. അപ്പൊ ഈ വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് ഏതൊക്കെ മീഡിയം വഴിയാണ്? മാത്രമല്ല യാത്ര ചെയ്ത് ഇവിടെ ഉള്ളവർക്കും ബാധിക്കാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്, പക്ഷെ അത് വളരെ കുറവ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രധാനമായിട്ട് ഇപ്പൊ ഈ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കുറെ കൺട്രീസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടുന്ന് ഒരാള് ഇത് കൊണ്ടുവരികയും ഇവിടുന്ന് ഈഡിസ് ഈജിപ്റ്റ് കൊതുകുകൾ അയാളെ കടിച്ച് ആ കൊതുക് വഴി മറ്റൊരാളിൽ പകർന്നാൽ മാത്രമേ ഇത് പകരുള്ളൂ. അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യലേക്ക് നേരിട്ട് പകരില്ല, കൊതുക് വഴിയേ പകരുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഡെങ്കു പനിയെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ കൊതുക് കടി അവോയ്ഡ് ചെയ്യുക, കൊതുക് കടിക്കാനുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കുക, ഫുൾ സ്ലീവ് ഷർട്ട്സ് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ ക്രീമുകൾ ഇന്ന് ലഭ്യമാണ്, അത് ഉപയോഗിക്കുക. പകൽ സമയത്താണ് ഇത് കൂടുതൽ കടിക്കുന്നത്, അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. Super Hits 93.5 Red FM Morning Number 1. This is Morning Number 1 with RJ Lavanya. സിക്ക വൈറസുകൾ ഉണ്ടാക്കുന്ന ഭീതിയെക്കുറിച്ചും അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മളോട് പറഞ്ഞായിരുന്നു IMA സെക്രട്ടറി ഡോക്ടർ ഷാഫി. ഇതിന് ക്യൂർ ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ കരുതലുകളാണ് അല്ലെങ്കിൽ മുൻകരുതലുകളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ കൊതുകുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നമുക്കറിയാം, ഇത് ഈ ചെറിയ പോട്ടിലുള്ള വെള്ളത്തില്, ചെടിച്ചട്ടിയിലുള്ള വെള്ളത്തില്, വാട്ടർ ടാങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കൊതുക് വളരുന്നത്, വൃത്തിയിട്ട വെള്ളത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ ഡ്രൈ ഡേ, അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ പരിസരം നോക്കുകയും ഇത്തരം വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, കമത്തി കളയുക, വെള്ളം ഒഴിവാക്കുക, പൊട്ടിയ ടയർ ട്യൂബുകളൊക്കെ കിടക്കണമെങ്കിൽ മാറ്റി കളയുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ കൊതുക് പടരാതെ നോക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ കാര്യം. ഇത് തന്നെയാണ്. വാക്സിൻ കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ പ്രിക്കോഷൻ അല്ലെന്ന് മറ്റൊരു മാർഗ്ഗമല്ല. പക്ഷെ എവിടെയെങ്കിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? സാധാരണ ഇപ്പം നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ലോകാരോഗ്യ സംഘടന ഗ്ലോബൽ എമർജൻസി എന്ന് പറഞ്ഞ എബോളയാണ്. എബോളയെ സംബന്ധിച്ചിടത്തോളം മരണമായിരുന്നു വലിയ ത്രെട്ട്, ഒരുപാട് ആളുകൾ മരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ലോകാരോഗ്യ സംഘടന ശ്രദ്ധിക്കുന്നത് മരണം കുറവാണെങ്കിലും ഈ ജനിക്കുന്ന കുട്ടികളെ, ഞാൻ പറഞ്ഞു ബ്രസീൽ ഏകദേശം 4000-5000 കുട്ടികൾ, 20 ഇരട്ടിയിലധികം കുട്ടികളാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയ തലയുമായി ജനിച്ചത്. അപ്പൊ അത് കുട്ടികളെ ബാധിക്കുന്നു എന്നുകൊണ്ട്, പുതിയ തലമുറയെ ബാധിക്കുന്നു എന്നുകൊണ്ട് തന്നെ
അത് ആ കുട്ടികൾ ജീവിച്ചാൽ തന്നെ വളരെ പാടാണ്, അവർക്ക് ജീവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ കുട്ടികൾ ജീവിച്ചാൽ തന്നെ വളരെ ഒട്ടും പിന്നെ ഫലപ്രദമല്ലാത്ത ഒരു ജീവിതമായിരിക്കും അവർക്ക് നയിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ സീരിയസ് ആയിട്ട്, മരണമില്ലെങ്കിൽ പോലും ഈ ഒരു അസുഖത്തെ സീരിയസ് ആയിട്ട് തന്നെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. ഇതിനെടുത്തിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ 3 ലെവലിലാണ്. ഒന്ന്, നമുക്ക് ഡോക്ടർമാർക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം, പ്രത്യേകിച്ചും ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ നിന്ന് ട്രാവൽ ഹിസ്റ്ററി എടുക്കുക, അവർക്ക് അൾട്രാസൗണ്ട് സ്കാൻ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് എടുത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത് ആദ്യം തന്നെ പരിശോധിക്കുക. സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് ഇത് സംബന്ധിച്ചുള്ള പരിശോധനാ മാർഗ്ഗങ്ങൾ നമ്മൾ സംസ്ഥാനത്ത് ലഭ്യമാക്കണം. കൂടാതെ നമ്മൾ എയർലൈനുമായി ബന്ധപ്പെട്ട ആ ഫ്ലൈറ്റുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇത് സംബന്ധിച്ചൊരു അഡ്വൈസറി കൊടുക്കുക. ഇത്തരം 4 ലക്ഷണങ്ങൾ ഏതെങ്കിലും ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു 2 ആഴ്ചക്കുള്ളിൽ എപ്പോഴെങ്കിലും വന്നാലും നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. 3, ജനങ്ങളോട് പറയാനുള്ളത് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. നിങ്ങളുടെ പരിസരങ്ങളിൽ ഈഡിസ് കൊതുകുകൾ വളരാനുള്ള സാഹചര്യങ്ങൾ തീർത്തും ഒഴിവാക്കുക. വളരെ ലളിതമായ മാർഗ്ഗങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ. ഈ 3 ലെവലിലുള്ള അഡ്വൈസ് ആണ് IMA സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യക്കോ ഒരു പക്ഷേ ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഭീതിയുടെ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. നമ്മൾ കോഷ്യസ് ആയിരിക്കണം എന്ന് മാത്രം, ഭീതി പെടേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടുകാരും അവരും സർക്കാരും എയർലൈനുകളും ഒക്കെ തന്നെ ഒരു അഡ്വൈസ് കൊടുക്കുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് വിധേയമാവുക. വൈകാൻ പാടില്ല എന്നത് മാത്രമാണ്. പ്രത്യേകിച്ചും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലെ സമൂഹ നന്മയ്ക്കുള്ള ജനങ്ങളിലേക്ക് എത്തുന്ന പ്രശ്നങ്ങളുമായി ലാവണ്യ എത്തുന്നുണ്ടാവും സൂപ്പർ ഹിറ്റ്സ് 93.5 FM മോർണിംഗ് നമ്പർ 1 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 11 മണി വരെ. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.